നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു KSRTC ഡ്രൈവർക്ക് ഇത്രയധികം ജനപിന്തുണ കാണുന്നതെന്ന് സാമൂഹിക നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. തലസ്ഥാനത്ത് ബസ് തടഞ്ഞ മേയറുടെയും MLAയുടെയും നടപടിയെക്കുറിച്ചുള്ള പോസ്റ്റിലാണ് ഈ പരാമർശം നടത്തിയത്. ധിക്കാരത്തിന് കുപ്രസിദ്ധി നേടിയിട്ടുള്ള KSRTC ഡ്രൈവർമാരിൽ ഒരാൾ ഇത്രയും ജനപിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിൽ മേയറും കുടുംബവും നടത്തിയ റോഡ് ഷോ പൊതുജനങ്ങൾ എത്രമേൽ വെറുപ്പിച്ചു എന്നതിന്റെ സൂചനയായിട്ടാണ് ഈ സാരമായ കുറിപ്പ് വിലയിരുത്തപ്പെടുന്നത്. പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഒന്ന് നോക്കാം. ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലും തലപൊക്കും, പിന്നെയാണോ ഉഗ്രവിഷമുള്ള ഇനങ്ങൾ? എടുത്തുകൊണ്ട് പോടാ പട്ടി, റോഡ് നിന്റെ അച്ഛൻ്റെ വകയാണോ? നിന്നെ പിരിച്ചുവിടുമടാ. നമുക്ക് ജനസേവകരും ജനപ്രതിനിധികളും ഒക്കെ ജനങ്ങളോട് പെരുമാറുന്ന രീതി, ഭാഷ ഇതൊക്കെയാണ്. ബസ് തടഞ്ഞു നിർത്തി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ടീം ബസ്സിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു. വീഡിയോ എടുത്തവരെ കൊണ്ട് അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നും കേൾക്കുന്നു. ഡ്രൈവർ തെറ്റു ചെയ്താൽ അത് അന്വേഷിച്ച് നടപടിയെടുക്കാൻ സംവിധാനമുണ്ട്. MVD ഉണ്ട്, പോലീസുണ്ട്. അതാണ് രാജ്യത്തെ നയം. മേയർക്കും MLAയ്ക്കുമൊക്കെ ഇപ്പോൾ ക്രമസമാധാന പാലന ചുമതലയുമുണ്ടോ? സ്കൂളും കോളേജും ഒക്കെ പഠിച്ച ഗുണ്ടായിസം ഇപ്പോഴും കൈവിട്ടിട്ടില്ല. അതെങ്ങനെ? ചൊടിപ്പിച്ചുകൊണ്ട് ജീവൻ രക്ഷിക്കുന്ന പാർട്ടിക്കാരല്ലേ? മേയർ കുട്ടിയുടെയും MLA സാറിന്റെയും പരാതി പൗലോസ് ഏമാന്മാർ സ്വീകരിച്ചു, ഡ്രൈവറുടേത് നിരാകരിച്ചു. ഇനി അപ്പോൾ പരാതി സ്വീകരിക്കണമെങ്കിൽ ഡ്രൈവർ കോടതിയിൽ പോകണമായിരിക്കും. ദൈവം പല രൂപത്തിലും വരും. ആധുനിക ഡബ്ബകളും ഒറ്റയ്ക്കും പൊട്ടയ്ക്കും വരും. രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിൽ വണ്ടി ഇടിച്ചു കയറ്റിയ തമ്പ്രാട്ടിക്ക് ഒരു സദാ ഡ്രൈവറുടെ ധിക്കാരം സഹിക്കുമോ? ഞാൻ താൻ തലസ്ഥാനത്തുക്ക് റാണി, എതിരാളികൾ ജാഗ്രതേ. നാട്ടു കേസ് അതല്ല. വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ മേയറുടെ കൂടെയുള്ള, മേയറോടല്ല കേട്ടോ, സ്ത്രീയോട് അസംസ്കൃതം കാണിച്ചു അത്രേ. വകുപ്പ് മാറിയില്ലേ? പീഡനം പീഡനം. അവിടെ കൂടി നിന്ന ഒറ്റയാൾ പ്രതികരിച്ചില്ല. ഇന്നോവ ഭയം. വാരി ഒടുക്കപ്പെട്ട സമൂഹം അർഹിക്കുന്നത് ഇത്തരം നികൃഷ്ട ജീവികളെ തന്നെ. ചിലരെങ്കിലും രാജഭരണം ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ടാണ്. ആനയെ ഭയന്നാൽ മതിയല്ലോ, ആന പിണ്ടത്തെ ഭയക്കേണ്ടതില്ലല്ലോ. ഈ നാട് കടലെടുത്തു പോകട്ടെ, അതാണ് ഇതിലും ഭേദം. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്.